നമസ്കാരം എല്ലാവർക്കും 10th CBSE മാത്സിന്റെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള പോളിനോമിയൽസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത് ഫസ്റ്റ് പാർട്ടാണ്. അപ്പോൾ ഈ പാർട്ട് തുടങ്ങുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് 8th ബേസിക്സ് വെച്ചുകൊണ്ട് 8ാം ക്ലാസ്സിന്റെ ബേസിക്സ് വെച്ചുകൊണ്ട് 9th കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പോളിനോമിയൽസ് ആണ്. 9th പോളിനോമിയൽസിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾക്കും ആ ഒരു വീഡിയോ കാണുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം 9th മിക്ക കുട്ടികളും പോളിനോമിയൽസ് പഠിച്ചേക്കുന്നത് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ അവരവർക്ക് കിട്ടിയേക്കുന്ന നോട്ട്സിലെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു തിയറി മാത്രമേ പഠിച്ചിട്ടുണ്ടാവത്തുള്ളൂ. സോ അങ്ങനെയുള്ളവർക്കും അല്ലെങ്കിൽ അതിന്റെ ബേസിക്സ് മറന്നുപോയിട്ടുള്ളവർക്കും വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്, ഇവിടെ ഈ വീഡിയോയുടെ മുകളിലായിട്ട് ഞാനൊരു സജസ്റ്റഡ് ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് സജസ്റ്റഡ് ലിങ്ക്. ആ ലിങ്ക് ഇൻ കേസ് വന്നില്ലെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ആ 2 ലിങ്കുകൾ ഉണ്ടാവും. 2 ലിങ്കുകൾ ഇതാണ്. ഫസ്റ്റ് ലിങ്ക് 9th CBSE മാത്സിന്റെ ചാപ്റ്റർ ആയിട്ടുള്ള പോളിനോമിയൽസിന്റെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും. ആ 2 പാർട്ടിലും വ്യക്തമായിട്ട് കുറേയേറെ പോളിനോമിയൽസിന്റെ ബേസിക്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു ബേസിക്സ് എല്ലാവരും നോക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഒരുപക്ഷെ നമ്മൾ ഈ ഒരു വർഷം 10th നമ്മൾ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്കുണ്ട്, നിങ്ങൾക്ക് ടെക്സ്റ്റിലെ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റിയേക്കും. പക്ഷെ ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ കയറി വന്നാൽ അത് ചെയ്യാൻ ആവശ്യമുള്ള ബേസിക്സ് നിങ്ങൾക്ക് ആ മറ്റ് 2 വീഡിയോയിൽ നിന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. മേ ബി +1 കടക്കുന്ന ഒരാൾക്ക് ഈ 10th ബേസിക്സ് ആവശ്യം ഉണ്ടാവും. അതുപോലെ 8th 9th ബേസിക്സ് ഞാൻ 9th വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ 2 വീഡിയോ ഒന്നുകിൽ ഇവിടെ ഒരു സജസ്റ്റഡ് ലിങ്ക് ഇവിടെ വരും. അത് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, ഞാൻ പറഞ്ഞു. ഇൻ കേസ് അത് ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. അതുമല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിന്റെ പ്ലേലിസ്റ്റിൽ 9th CBSE മാത്സ് എന്ന് പറഞ്ഞിട്ട് കിടപ്പുണ്ട്. അതിൽ പോളിനോമിയൽസ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് തന്നെ കിടപ്പുണ്ട്, അതിനകത്ത് കിടപ്പുണ്ട്. അപ്പം നിങ്ങളത് കാണുക. അപ്പം ഈ ഒരു വീഡിയോ കണ്ടോളൂ. അതിനുശേഷം ആ ഒരു 2 വീഡിയോസും കൂടി കണ്ട് മനസ്സിലാക്കി അതിനകത്ത് നിന്ന് ആവശ്യമായിട്ടുള്ള ബേസിക്സ് എഴുതി വെക്കാം. അപ്പം അതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ചുരുക്കി പറയാം. ടേംസ് എന്താണ് വേരിയബിൾസ്, എന്താണ് കോഎഫിഷ്യൻസ്, എന്താണ് ഡിഗ്രി, അങ്ങനെ മോണോമിയൽ, ബൈനോമിയൽ, ട്രൈനോമിയൽ എന്തൊക്കെയാണ്, ലീനിയർ ഇക്വേഷൻ, അങ്ങനെ കുറെ ബേസിക്സ് അതിനകത്തുണ്ട്. അപ്പം അത് കണ്ടിരുന്നാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും, അതിനാവശ്യമായിട്ടുള്ള ബേസിക്സ്. അതല്ലെങ്കിൽ വേറൊരു കാര്യം പറയാം. ഇപ്പം നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ കിട്ടുവാണ്. അപ്പം ഒരു പക്ഷേ ഈ ഒരു 10th നമ്മൾ എടുക്കുന്ന ക്ലാസ് കൊണ്ട് ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. ബിക്കോസ് നിങ്ങൾക്ക് പോളിനോമിയൽസിന്റെ ബേസിക്സ് അറിയാത്തതുകൊണ്ട്. ഞാനീ പറഞ്ഞ ഈ 2 വീഡിയോസ് കണ്ടിരിക്കുന്ന ഒരാൾക്ക് ഒരു പക്ഷേ ആ എക്സ്ട്രാ ക്വസ്റ്റ്യൻ നമ്മൾ രണ്ടാമതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് മനസ്സിലാക്കിയേക്കും. അവർക്ക് അല്ലെങ്കിൽ അത് വളരെ പെട്ടെന്ന് അവരുടെ മനസ്സിലേക്ക് കയറും. ഇത് അതാണല്ലേ എന്ന് ഒരു ഫീലിങ്സ്. അപ്പോൾ ദാറ്റ് മീൻസ് ആ ഒരു ബേസിക്സ് നമുക്ക് ഉണ്ടാവണം. അപ്പോൾ പോളിനോമിയൽസ് ചാപ്റ്റർ ഈസിയാണ്, 10th ചാപ്റ്റർ വളരെ ഈസിയാണ്. പക്ഷെ ഞാൻ പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിയിരിക്കുക. ആ 2 വീഡിയോസും തീർച്ചയായിട്ടും കാണുക. അതിനകത്ത് ആവശ്യമായിട്ടുള്ള എല്ലാ നോട്ട്സും വേണ്ട. എന്താണ് ഒരു ടേം, എന്താണത്, അല്ലെങ്കിൽ എന്താണ് മോണോമിയൽ, ഏതാണ് പോളിനോമിയൽ, ഏതാണ് പോളിനോമിയൽ അല്ലാത്തത്, അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ ബേസിക്സ് അതിനകത്തുണ്ട്, അത് കാണുക. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതാണ് പോളിനോമിയൽ ഇക്വേഷൻ ഇൻ 1 വേരിയബിൾ. അതൊക്കെ അതിന്റെ ഡിഗ്രി, ഫാക്ടേഴ്സ്, സീറോസ് അല്ലെങ്കിൽ റൂട്ട്സ്, ഇതൊക്കെ എന്താണെന്ന് കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. എന്നാൽ തന്നെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ വർഷം ഇപ്പൊ സ്റ്റാർട്ടിങ്ങിൽ ഈ വീഡിയോയിൽ ഇടുന്നുണ്ട്. ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ള 2 കാര്യങ്ങളാണ് ഞാൻ ഇതിനകത്ത് ഇടുന്നത്. വളരെ മെയിൻ ആയിട്ട് പഠിക്കാനുള്ള 2 കാര്യങ്ങൾ. ഓക്കെ. സോ ഗ്രാഫ് ഓഫ് പോളിനോമിയൽസ്, ചുരുക്കി അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് പോളിനോമിയൽസ്. പോളിനോമിയൽ ഇക്വേഷൻസിനെ നമുക്ക് ലീനിയർ പോളിനോമിയൽ ഉണ്ട്, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഉണ്ട്, ക്യൂബിക് പോളിനോമിയൽ ഉണ്ട്, ബൈ ക്വാഡ്രാറ്റിക് ഉണ്ട്. സോ ഇതിനെയൊക്കെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്താൽ എങ്ങനെ ഇരിക്കും, അതുപോലെ തന്നെ ഗ്രാഫിൽ നിന്ന് അതിന്റെ റൂട്ട്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ആ റൂട്ട് എവിടെയായിരിക്കും ഗ്രാഫിൽ വരുന്നത്. റൂട്ട് മീൻസ് സീറോസ് ഓഫ് ദ പോളിനോമിയൽ.
അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് വരുന്നത്. അതൊന്നും നമ്മൾ ഈ വീഡിയോയിൽ ഇടുന്നില്ല, അടുത്തടുത്ത സെക്ഷൻസിൽ മാത്രമേ ഇടത്തുള്ളൂ. വളരെ ഡീറ്റെയിൽ ആയിട്ടായിരിക്കും പോകുന്നത്. പക്ഷെ ഈ ഗ്രാഫ് ഓഫ് ദ പോളിനോമിയൽ ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമല്ല. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. എത്ര റൂട്ട്സ് ഒരു ഗ്രാഫ് വരും, നമുക്കൊരു ഗ്രാഫ് വന്നിട്ട് അതിനകത്ത് എത്ര റൂട്ട്സ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാനൊക്കെ ആയിരിക്കും. മേ ബി അത് ചിലപ്പോൾ കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് ചോദിച്ചെന്ന് ഇരിക്കാം. പക്ഷെ നമ്മുടെ ഈ ഒരു വരുന്ന പാട്ടുകളിൽ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇതിന് വളരെ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട എന്നുള്ളതാണ്. പക്ഷെ എന്നാൽ തന്നെയും നമ്മളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ അത്രയും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നത് നല്ല രീതിയിൽ ബേസിക്സ് കിട്ടാനായിട്ടാണ്. അല്ലാതെ ഇത് ടെക്സ്റ്റിൽ അത്രയില്ല, സാർ ഇത്രയും എന്തിനാണ് ഇങ്ങനെ ഇലാബറേറ്റ് ചെയ്ത് പറയുന്നതെന്ന് ആദ്യം ചിന്തിക്കരുത്. ആ ബേസിക്സ് പിന്നീട് ഒരു പക്ഷേ നിങ്ങൾ +1 +2 ഒക്കെ എത്തുമ്പോൾ ഒരു ഇക്വേഷന്റെ ഗ്രാഫ് ഒരു പരാബോള ഷേപ്പിൽ വരുന്നു, അതെന്താ അങ്ങനെ വന്നത് എന്നൊക്കെ ആ സമയത്തിരുന്ന് ചിന്തിച്ചാൽ ഒരു പക്ഷേ ആ ഒരു ഫാക്കൽറ്റീസിന് ചിലപ്പോൾ അത് പറഞ്ഞു തരാൻ പറ്റിയെന്ന് വരത്തില്ല, അതിനുള്ള ടൈമും കാണത്തില്ല. ലീനിയർ ഇക്വേഷന്റെ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ വരുന്നു, അതെന്താ അങ്ങനെ, മനസ്സിലായ? അല്ലെങ്കിൽ ഹൈപ്പർബോള, അങ്ങനെയൊക്കെ ഉള്ള കുറെ ഷേപ്പുകളിലൊക്കെ ഉള്ള ഗ്രാഫുകളൊക്കെ വരുന്നുണ്ട്. അപ്പം അതെന്താണ്, ഏത് ഇക്വേഷൻസ് ആണ് അങ്ങനെയുള്ള ഗ്രാഫുകൾ വരുന്നത്, അല്ലെങ്കിൽ ക്യൂബിക് ഇക്വേഷന്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും വരുന്നത്? അപ്പോൾ വരുന്ന വർഷങ്ങളിലെല്ലാം ഗ്രാഫ് നമുക്ക് കിട്ടും, പക്ഷെ നമ്മൾ ഏത് ഇക്വേഷനാണെന്ന് ഐഡന്റിഫൈ ചെയ്തില്ല, നമ്മൾ വെറുതെ പ്രോബ്ലം ചെയ്തങ്ങ് പോകത്തേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സെക്ഷൻ മനസ്സിലാക്കുന്നവർക്ക് പിന്നീട് അടുത്തടുത്ത വർഷങ്ങളിൽ ഒരു ഗ്രാഫ് കാണുമ്പോൾ ഈ ഗ്രാഫ് മറ്റേ നമ്മൾ അന്ന് പഠിച്ചാണല്ലോ, ഇത് തീർച്ചയായിട്ടും ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഗ്രാഫ് ആയിരിക്കും. അങ്ങനെയുള്ള പല 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 ഐഡിയാസ് നമുക്ക് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും, നമുക്ക് മാത്സിലോട്ട് ഒരു ഇൻട്രസ്റ്റും കിട്ടും. സോ ലാസ്റ്റ് പാർട്ട് ഈസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സീറോസ് ആൻഡ് കോഎഫിഷ്യൻസ് ഓഫ് ദ പോളിനോമിയൽ. അപ്പൊ ഇതിൽ സീറോസ് എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്, കോഎഫിഷ്യൻസ് ഓഫ് ദ പോളിനോമിയൽ എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്. അപ്പൊ സീറോസും കോഎഫിഷ്യൻസും എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ 9th പോളിനോമിയൽസ് നന്നായി അറിഞ്ഞിരിക്കണം. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ 9th വീഡിയോയിൽ, ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഞാൻ ഈ പറഞ്ഞ കേസിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് തീർച്ചയായിട്ടും ആ വീഡിയോസ് എടുത്ത് കാണുക. എന്നിരുന്നാൽ തന്നെയും വളരെ ചെറിയൊരു ഐഡിയ ഞാൻ ഈ ക്ലാസ്സിൽ ഇപ്പം നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഈ രണ്ട് കാറ്റഗറിയും പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചധികം പാർട്സ് ഉണ്ട്. ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ അറിയില്ല, പക്ഷെ മെയിനായിട്ട് ഇത് രണ്ടെണ്ണമാണുള്ളത് നമ്മൾ തൽക്കാലം നോക്കാൻ പോകുന്നത്. സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് ടെക്സ്റ്റ് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് പോളിനോമിയൽ ഇക്വേഷൻ എന്താണ്, അല്ലെങ്കിൽ അതിനൊരു ഡെഫിനിഷൻ എങ്ങനെ നമുക്ക് പറയാം, അതൊരിക്കലും ബൈഹാർട്ട് ചെയ്ത് വെക്കണ്ട. എന്താണ് പോളിനോമിയൽ ഇക്വേഷൻ, എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ? മേ ബി ടെക്സ്റ്റ് ബുക്കിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതെന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ലെറ്റ് എക്സ് ബി എ വേരിയബിൾ. അപ്പൊ എക്സ് ആണ് അവിടുത്തെ വേരിയബിൾ. വേരിയബിൾ മീൻസ് ആ എക്സിന്റെ വാല്യൂ എന്താവാം, നമുക്ക് മാറാം, എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഓക്കെ, എൻ ബി എ പോസിറ്റീവ് ഇൻഡിജർ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പോസിറ്റീവ് ഇൻഡിജർ എൻ എന്തായിരിക്കണം? പോസിറ്റീവ് ഇൻഡിജർ. എൻ പോസിറ്റീവ് ഇൻഡിജർ അല്ലെങ്കിൽ അതെന്തല്ല, പോളിനോമിയൽ ഇക്വേഷൻ അല്ല. ഫോർ എക്സാമ്പിൾ നോക്കേ, ax² + bx + c. ഇതാണ് പോളിനോമിയൽ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ജനറൽ ഫോം. അപ്പം ഈ എക്സിന്റെ പവർ ആണ് 2, എക്സിന്റെ പവർ ആണ് 1. ഓക്കെ, അപ്പൊ ഈ എക്സിന്റെ പവേഴ്സ് ആണ് n-1 എന്നൊക്കെ വരുന്നത്. അപ്പൊ n തീർച്ചയായിട്ടും എന്തായിരിക്കണം? പോസിറ്റീവ് ഇൻഡിജർ ആയിരിക്കണം. ഓക്കെ, ലെറ്റ് n be a positive integer and a1 a2 a3 etc an be constants ആയിരിക്കണം. ഇതെല്ലാം എന്തായിരിക്കണം? കോൺസ്റ്റൻസ്. സോ കോൺസ്റ്റൻസ് മീൻസ് ആ കോൺസ്റ്റൻസ് റിയൽ നമ്പേഴ്സ് ആയിരിക്കണം. സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് റിയൽ നമ്പേഴ്സിനകത്ത് എന്തൊക്കെ വരാം? നാച്ചുറൽ നമ്പർ വരാം, ഇൻഡിജേഴ്സ് വരാം, റാഷണൽ വരാം, ഇറാഷണൽ നമ്പേഴ്സ് വരാം. സോ എല്ലാ റാഷണൽ നമ്പേഴ്സും എല്ലാ ഇറാഷണൽ നമ്പേഴ്സും ചേരുമ്പോഴാണ് റിയൽ നമ്പേഴ്സ് കിട്ടുന്നത്. സോ ഇനി റിയൽ നമ്പേഴ്സ് അല്ലാത്ത കേസുണ്ട്, ഇമാജിനറി നമ്പേഴ്സ് എന്ന് പറയും. സോ അങ്ങനെയുള്ള കേസുകൾ റൂട്ടിനകത്ത് -1 വരുന്നത്, അതൊന്നും നിങ്ങൾ ഇപ്പം നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ ഈ രണ്ട് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. n ഒരു പോസിറ്റീവ് ഇൻഡിജർ ആയിരിക്കണം, a1 a2 a3 എക്സെട്ര an എന്തായിരിക്കണം? റിയൽ നമ്പേഴ്സ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇതാണ് പോളിനോമിയൽ ഇക്വേഷൻ 1 വേരിയബിൾ. സോ f of x is equal to an(x⁻n) plus an-1(x⁻n-1) etc. a1x plus a0 is called a polynomial in 1 variable x. അപ്പൊ ഈ ഇക്വേഷൻ കണ്ട ആരും ടെൻഷൻ ആവണ്ട. അപ്പൊ ഇവിടെ നോക്കുക, n കണ്ടല്ല, n-1 അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഈ പവർ ആണ് n-ൽ വരുന്നത്. സോ n എന്തായിരിക്കണം? പോസിറ്റീവ് ഇൻഡിജർ ആയിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? സോ
അങ്ങനെയുള്ള കേസുകളാണ് പോളിനോമിയൽസ് എന്ന് പറയുന്നത്. അടുത്ത ഈ എക്സിന്റെ കൂടെ നിൽക്കുന്ന കോഎഫിഷ്യന്റ് ഏതാണ്? എക്സ് റൈസ് ടു എന്നിന്റെ കോഎഫിഷ്യന്റ് ഏതാണ്? an-1, a1, a0 ഇതൊക്കെയാണ് കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത്. സോ നോക്കുക, ഇത് കോഎഫിഷ്യൻസ്. അപ്പം ഇതാണ് എന്ത് പറയുന്നത്? കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതായത് എക്സിന്റെ കോഎഫിഷ്യൻസ് എന്തായിരിക്കണം? നമുക്ക് റിയൽ നമ്പേഴ്സ് ആയിരിക്കണം. അപ്പൊ ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയുവാണെങ്കിൽ an(x)n ഇത് ഓരോ ടേംസും എടുക്കുവാണ്. ഇതൊരു ടേം ആണ്, ഇതൊരു ടേം ആണ്, ഇതൊരു ടേം ആണ്, ഇതൊരു ടേം ആണ്. അപ്പൊ ടേംസ് എന്താണെന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. an(x)n, an-1(x)n എക്സെട്ര ആർ എന്ന് ടേംസ് ആണ്. അതുപോലെ തന്നെ കോഎഫിഷ്യൻസ് ഏതൊക്കെയാണ്? an(n-1), അതായത് എക്സിന്റെ കൂടെ നിൽക്കുന്ന എല്ലാം എന്താണ്? കോഎഫിഷ്യൻസ് ആണ്. ഓക്കെ, അപ്പം ഈ ഒരു ഇക്വേഷനാണ് പോളിനോമിയൽ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ എക്സ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പം ഇതൊന്നും നിങ്ങൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് നോക്കി വെക്കണമെന്നില്ല. ഇപ്പൊ ഇവിടെ ചെയ്തേക്കുന്ന വെച്ചാൽ ആ ഒരു എക്സിന്റെ പവർ, അതായത് പോളിനോമിയൽ ഇക്വേഷന്റെ ഡിഗ്രിയുടെ ഡിസെൻഡിങ് ഓർഡറിലാണ് അവർ എഴുതിയേക്കുന്നത്. ഓക്കെ, അപ്പൊ ഹയസ്റ്റ് പവർ ആദ്യം എഴുതും, പിന്നെ അതിൽ തൊട്ട് താഴെയുള്ള പവർ അങ്ങനെ അങ്ങനെ എഴുതാണ്. എക്സ് റൈസ് ടു എൻ ആദ്യം എഴുതി, പിന്നെ n-1 അങ്ങനെ 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 കുറഞ്ഞു കുറഞ്ഞു പോകുന്നത്. നമ്മൾ അതൊന്നും നോക്കണ്ട. ഇത് നോക്കുക, ഈ ഒരു ഇക്വേഷൻ 5x² + 3x + 4. അപ്പൊ ഈ പവറുകൾ, ഈ വരുന്ന ഈ പവറുകൾ, ഇത് രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ എക്സിന്റെ പവേഴ്സ് ആണ്. ഇവിടെ ഉണ്ട് എക്സ് റൈസ് ടു 0 ആയിട്ട് വരുന്നത്. അപ്പൊ അതെല്ലാം എന്തായിരിക്കണം? പോസിറ്റീവ് എന്തായിരിക്കണം? ഇൻഡിജേഴ്സ് ആയിരിക്കണം. ഈ 5, 3, 4 ഇതെല്ലാം എന്താണ്? കോഎഫിഷ്യൻസ് ആണ്. അതാണ് എന്തെന്ന്? കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ അത് റിയൽ നമ്പർ ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞതിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്തുവാ? ലെറ്റ് എക്സ് ബി എ വേരിയബിൾ ആൻഡ് എൻ ബി എ പോസിറ്റീവ് ഇൻഡിജർ ആൻഡ് a1, a2, a3 എക്സെട്ര a and b കോൺസ്റ്റൻസ് ഓർ റിയൽ നമ്പേഴ്സ്. ദെൻ f of x is equal to an(x) raised to n, an-1 x raised to n-1 എക്സെട്ര a1x plus a0. ഇതിനെയാണ് പോളിനോമിയൽ എന്ന് പറയുന്നത്. അത് കണക്ക് തന്നെ ടേംസ് പറഞ്ഞു, കോഎഫിഷ്യൻസ് പറഞ്ഞു, 1-2 എക്സാമ്പിൾസും പറഞ്ഞു. അപ്പൊ ഇനി അത് അടുത്ത് പറയാനുള്ളത് പോളിനോമിയൽസ് അല്ലാത്തൊരു കേസ് ഉണ്ട്. ഇപ്പൊ നോക്കിക്കേ, 5x² അല്ലേ? ഇപ്പൊ 5x raised to -2 plus 3x plus 4 ആണെങ്കിൽ ഇത് എന്താവത്തില്ല? പോളിനോമിയൽസ് ആകത്തില്ല, അല്ലെങ്കിൽ പോളിനോമിയൽ ആകില്ല. ബിക്കോസ് വേരിയബിൾസിന്റെ പവർ എന്തല്ല? പോസിറ്റീവ് ഇൻഡിജർ അല്ല, അത് നെഗറ്റീവ് ഇൻഡിജർ ആണ് വന്നിരിക്കുന്നത്. സോ ഇത് എന്തല്ല? പോളിനോമിയൽ അല്ല. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. എന്താണ് പോളിനോമിയൽ ഇക്വേഷൻ? അതിന്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്. അപ്പൊ ഡെഫിനിഷൻ പറയുമ്പോൾ നമ്മൾ ഏത് വേരിയബിളിലാണ് ആ പോളിനോമിയൽ ഉള്ളതെന്ന് പറയണം ആദ്യമേ. പിന്നെന്താണ് കോൺസ്റ്റൻസ് അല്ലെങ്കിൽ കോഎഫിഷ്യൻസ് ഏതൊക്കെയാന്ന് പറയണം? a1, a2, a3 എക്സെട്ര an. അതാണ് കോൺസ്റ്റൻസ്. അത് റിയൽ നമ്പേഴ്സ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഓർത്തിരിക്കാനുള്ളത്. പോസിറ്റീവ് ഇൻഡിജർ, പിന്നെന്താ കോൺസ്റ്റൻസ് അല്ലെങ്കിൽ റിയൽ നമ്പേഴ്സ്. 1-2 സ്ഥലങ്ങളിൽ പോസിറ്റീവ് ഇൻഡിജേഴ്സിന് പകരം നോൺ നെഗറ്റീവ് ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക, നെഗറ്റീവ് നമ്പേഴ്സ് വരുന്നത് ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത് ആവശ്യമുണ്ടെങ്കിൽ നോട്ട് ചെയ്യുക. ഓക്കെ ഓക്കെ അടുത്തതായിട്ട് നമുക്ക് പോളിനോമിയൽസിന്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. അപ്പൊ അവിടെ ശ്രദ്ധിക്കുക, ഞാൻ എഴുതിയിരിക്കുന്ന വളരെ ചെറുതായിട്ടാണ്. ഇൻ കേസ് നിങ്ങൾക്ക് ഇത് കാണുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഞാൻ എഴുതിയെടുക്കാനായിട്ട് പറയുന്ന സമയത്ത് അതൊരു ഫോട്ടോ എടുത്തതിന് ശേഷം, സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം സൂം ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ നോക്കുക, പോളിനോമിയൽസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് കരുതണ്ട. ഓക്കെ, നമ്മുടെ പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി 2 സെക്ഷനാക്കി മാറ്റിയിരിക്കുവാണ്. അതായത് പോളിനോമിയൽസിനെ ബേസ്ഡ് ഓൺ ടേംസ് അനുസരിച്ച് നമ്മൾ മോണോമിയൽ, ബൈനോമിയൽ, ട്രൈനോമിയൽ എന്ന് പറയുന്നു. ഒരു ടേം മാത്രമാണെങ്കിൽ മോണോമിയൽ, 2 ടേം മാത്രമാണെങ്കിൽ ബൈനോമിയൽ, 3 ടേം മാത്രമാണെങ്കിൽ ട്രൈനോമിയൽ അങ്ങനെ പറയുന്നു. പിന്നെ അതിൽ കൂടുതൽ ടേംസ് ഉണ്ടെങ്കിൽ നമ്മൾ പോളിനോമിയൽസ് എന്നൊക്കെ പറയത്തേ ഉള്ളൂ. അപ്പൊ ശ്രദ്ധിക്കുക, പോളിനോമിയൽസിനെ ഒരു ടേം മാത്രമാണെങ്കിൽ മോണോമിയൽ, 2 ടേം ആണെങ്കിൽ ബൈനോമിയൽ, 3 ടേം ആണെങ്കിൽ എന്ത്? ട്രൈനോമിയൽ. ഓക്കെ, ഇനി ബേസ്ഡ് ഓൺ ഡിഗ്രിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കുറച്ച് കാറ്റഗറി ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഡിഗ്രി 0 ആണെങ്കിൽ കോൺസ്റ്റന്റ് പോളിനോമിയൽ, ഡിഗ്രി 1 ആണെങ്കിൽ ലീനിയർ, ഡിഗ്രി 2 ആണെങ്കിൽ ക്വാഡ്രാറ്റിക്, ഡിഗ്രി 3 ആണെങ്കിൽ ക്യൂബിക്, ഡിഗ്രി 4 ആണെങ്കിൽ ബൈ ക്വാഡ്രാറ്റിക്. അപ്പൊ ഇതിൽ ഏതെങ്കിലും പേരുകൾ ഓർമ്മയില്ലെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുതുതായിട്ടുള്ള കേൾക്കുന്നതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഡിഗ്രി, അപ്പൊ എന്താണ് ഡിഗ്രി എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിലെ വീഡിയോയിലുണ്ട്, അതായത് 9th വീഡിയോയിലുണ്ട്, അതൊന്ന് കണ്ട് മനസ്സിലാക്കുക.
കോൺസ്റ്റന്റ് പോളിനോമിയൽ, ലീനിയർ, ക്വാഡ്രാറ്റിക്, ക്യൂബിക്, ബൈ ക്വാഡ്രാറ്റിക്. അപ്പോൾ ഡിഗ്രി 0 ആണെങ്കിൽ അതിനെ കോൺസ്റ്റന്റ് എന്ന് പറയാം, ഡിഗ്രി 1 ആണെങ്കിൽ ലീനിയർ, ഡിഗ്രി 2 ആണെങ്കിൽ ക്വാഡ്രാറ്റിക്, ഡിഗ്രി 3 ആണെങ്കിൽ ക്യൂബിക് ഇക്വേഷൻ, ഡിഗ്രി 4 ആണെങ്കിൽ ബൈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന് നമുക്ക്, ബൈ ക്വാഡ്രാറ്റിക് പോളിനോമിയൽസ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്തേക്കുക. ഓക്കെ, നമ്മൾ മോണോമിയൽ, ബൈനോമിയൽ, ട്രൈനോമിയൽ അതൊന്നും നോക്കുന്നില്ല. അടുത്ത ഈ കോൺസ്റ്റന്റ് പോളിനോമിയൽ അല്ലെങ്കിൽ ലീനിയർ, ക്വാഡ്രാറ്റിക്, ക്യൂബിക് അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുവാണ്. ഫസ്റ്റ് ഓഫ് ഓൾ കോൺസ്റ്റന്റ് പോളിനോമിയലിന്റെ പ്രത്യേകത ഇതാണ്, അവിടെ വേരിയബിൾസ് കാണത്തില്ല, വെറും കോൺസ്റ്റന്റ്സ് മാത്രമേ കാണത്തുള്ളൂ. നോക്കേ, എക്സാമ്പിൾ അതിന്റെ 0 ഡിഗ്രി എത്ര ആയിരിക്കും? 0 ആയിരിക്കും. അപ്പൊ കോൺസ്റ്റന്റ് പോളിനോമിയലിന്റെ ഡിഗ്രി 0 ആയിരിക്കും. അതിന്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. f of x is equal to 7. ഓക്കെ, അത് നോക്കേ, താഴോട്ട് എഴുതി നോക്കാം. f of x is equal to 7 എന്ന് പറഞ്ഞാൽ ഇത് 7x raised to 0 എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? സോ 7 എന്ന് പറഞ്ഞാൽ അതായത് ഒരു നമ്പർ ആണ്. 7 കോൺസ്റ്റന്റ് പോളിനോമിയൽ, അവിടെ എക്സ് ഉണ്ടാവില്ല, ഉണ്ടെങ്കിൽ തന്നെ എക്സിന്റെ പവർ എന്താണ്? 0. സോ അതുകൊണ്ടാണ് അടുത്ത ഡിഗ്രി 0 എന്ന് പറയുന്നത്. പോളിനോമിയലിനെ നമ്മൾ തരംതിരിച്ച് എങ്ങനെയാണ്? ഡിഗ്രി 0 കോൺസ്റ്റന്റ് പോളിനോമിയൽ, ഡിഗ്രി 1 ലീനിയർ, ഡിഗ്രി 2 ക്വാഡ്രാറ്റിക്, ഡിഗ്രി 3 അങ്ങനെ. സോ ഡിഗ്രി 0 ആയിട്ടുള്ള പോളിനോമിയലിന്റെ പേരാണ് കോൺസ്റ്റന്റ് പോളിനോമിയൽ. അപ്പൊ അത് ഓർത്ത് വെച്ച് നോക്കണം, കോൺസ്റ്റന്റ് പോളിനോമിയലിന് ഡിഗ്രി 0 ആയിരിക്കും. അപ്പൊ നമ്മുടെ ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിനൊക്കെ വന്നാൽ ഓർത്ത് വെച്ചോണം, അതാണ് ഈ ബേസിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പോളിനോമിയലിന്റെ ഡിഗ്രി 0 ആണെങ്കിൽ അതെന്തായിരിക്കും? കോൺസ്റ്റന്റ് പോളിനോമിയൽ ആയിരിക്കും. ഓക്കെ, സോ അപ്പൊ അതിന്റെ പേര് ഞാൻ പറഞ്ഞു, 7നെ 7x raised to 0, ഡിഗ്രി 0. അപ്പൊ ഇവിടെ g of x അതൊരു പോളിനോമിയൽ ആണ്, -3/2. അവിടെ എന്തുണ്ട്? x raised to 0 ഉണ്ടെന്ന് നമുക്ക് പറയാം. സോ നമുക്ക് h of y is equal to 2, p of t is equal to 1. അപ്പൊ ഇതെല്ലാം കോൺസ്റ്റന്റ് പോളിനോമിയൽസ് ആണ്. ദ കോൺസ്റ്റന്റ് പോളിനോമിയൽ 0. അപ്പൊ 0 ഒരു കോൺസ്റ്റന്റ് പോളിനോമിയൽ അല്ലേ? നമ്മൾ ഇവിടെ 0നെ എടുത്തില്ലായിരുന്നു. അപ്പൊ 0 എഴുതിയാൽ 0 എന്താണ്? ഒരു പോളിനോമിയൽ ആണ്. ബട്ട് അത് 0 എന്താണ്? കോൺസ്റ്റന്റ് പോളിനോമിയൽ ആണ്. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 0 is a constant polynomial. So f of x is equal to 0 എന്ന് പറയാം. So is called 0 polynomial. അതിനെ 0 polynomial എന്ന് പറയാം. അപ്പൊ വെറും കോൺസ്റ്റൻസ് മാത്രം ഉള്ളെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റും? കോൺസ്റ്റന്റ് പോളിനോമിയൽ. അതിന്റെ ഡിഗ്രി എന്തായിരിക്കും? 0 ആയിരിക്കും. കാര്യം ഏത് കോൺസ്റ്റന്റ് ആണോ അതിന്റെ റൈറ്റ് സൈഡ് എക്സ് ഉണ്ട്, അതിന്റെ പവർ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ 0 എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസ്റ്റന്റ് പോളിനോമിയൽ ആണ്. അതിനെ f of x is equal to 0 is called 0 polynomial എന്ന് നമ്മൾ പറയും. അടുത്ത ഡിഗ്രി ഓഫ് ദി 0 polynomial is not defined. ഇവിടെ എന്താണ് ഈ 0 പോളിനോമിയലിന്റെ എന്താണ് ഡിഗ്രി? എന്താണ്? ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പൊ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ടാവും. കോൺസ്റ്റന്റ് പോളിനോമിയലിന്റെ ഡിഗ്രി 0 ആണ്, പക്ഷെ അത് ഈ ഒരു കാറ്റഗറിയുടെ കേസാണ്. പക്ഷെ 0 പോളിനോമിയലിന്റെ ഡിഗ്രി എന്താണ്? നോട്ട് ഡിഫൈൻഡ് ആണ്. ഡിഗ്രി ഓഫ് ദി 0 പോളിനോമിയൽ ഈസ് നോട്ട് ഡിഫൈൻഡ്. അതായത് ഇത്രേ ഉള്ളൂ, 0 എന്ന് പറഞ്ഞാൽ ഒരു പോളിനോമിയൽ ആണ്, അതിന്റെ ഡിഗ്രി ഡിഫൈൻ ചെയ്തിട്ടില്ല. 0 മീൻസ് 0x raised to 0 വരാം, 0x raised to 1 വരാം, 0x raised to 2 വരാം. ഇതിന്റെ എല്ലാ ആൻസർ 0 വരാം. അപ്പൊ നമുക്കൊരു ഡിഗ്രി പറയാൻ പറ്റത്തില്ല. നോക്കിക്കേ, f of x is equal to 0, g of x is equal to 0x, h of x is equal to 0x square, g of x is equal to 0x raised to -12. ഇതിന്റെ എല്ലാ ആൻസർ 0 തന്നെ. അപ്പൊ നോക്കി ഇവിടെ നോക്കാം, 0 into x raised to 0 ആണ്, 0 into x raised to 1 0 ആണ്, 0 into x raised to 2 0. അപ്പം അവിടെ എക്സിന് ഏത് പവർ ഇട്ട് കൊടുത്താലും കോഎഫിഷ്യന്റ് 0 വരുന്നത് കൊണ്ട് എന്താണത്? 0 വാല്യൂ. അപ്പൊ എല്ലാ കേസിലും ഓൾ ആർ ഈക്വൽ ടു 0 പോളിനോമിയൽ. അതെല്ലാം എന്തുവാ? 0 പോളിനോമിയൽ. അതായത് ഇതിന്റെ എല്ലാ അർത്ഥം എന്താണ്? 0 ആണ്. ഇതിന്റെ ആൻസർ 0 ആണ്, ഇതിന്റെ ആൻസർ 0 ആണ്, ഇതിന്റെ ആൻസർ 0 ആണ്, ഇതിന്റെ ആൻസർ 0 ആണ്. അപ്പൊ നിങ്ങൾ ഓർത്ത് വെച്ചേക്കേണ്ട ഒരു കേസ് ഇത്രയും മാത്രമേ ഉള്ളൂ. ആദ്യം ഇത് മനസ്സിലാക്കി വെക്കുക. അതായത് ഒരു കോൺസ്റ്റന്റ് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ അവിടെ ഡിഗ്രി എന്തായിരിക്കും? 0 ആയിരിക്കും. അത് ഡിഫൈൻഡ് ആണ്, പക്ഷെ അത് കോൺസ്റ്റൻസ് ആയിരിക്കും. 7 -3/2 2 1 ആയിരിക്കും. ഇനി 0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പോളിനോമിയൽ ആണ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്തുവാ? 0 പോളിനോമിയൽ.
അല്ലെങ്കിൽ f(x)0 എന്ന് പറയും. പക്ഷെ ഈ കേസിൽ ഡിഗ്രി എന്ത് ചെയ്തിട്ടില്ല, നോട്ട് ഡിഫൈൻഡ്. അപ്പൊ ഇത് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകും. കോൺസ്റ്റന്റ് പോളിനോമിയലിന്റെ ഡിഗ്രി എന്താണ്, ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സീറോയുടെ കേസിൽ മാത്രം എന്തല്ല, ഡിഗ്രി എന്ത് ചെയ്തിട്ടില്ല, ഡിഫൈൻ ചെയ്തിട്ടില്ല. ബിക്കോസ് സീറോനെ നമുക്ക് 0 എന്ന് എഴുതാം, 0x എഴുതാം, 0x² എഴുതാം, 0x⁻12 എഴുതാം, അങ്ങനെ പല പല വാല്യൂസ് നമുക്ക് എഴുതാം. അപ്പൊ ഈ ഒരു കേസ് മാത്രം ഒന്ന് ഓർത്ത് വെച്ചേക്കുക, കോൺസ്റ്റന്റ് പോളിനോമിയൽ അല്ലെങ്കിൽ എന്തോ സീറോ പോളിനോമിയൽ. ഓക്കെ, ക്ലിയർ ആണല്ലോ, എഴുതിയെടുക്കുക. അടുത്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. വാല്യൂ ഓഫ് ദ പോളിനോമിയൽ, സീറോ ഓഫ് ദി പോളിനോമിയൽ. ഇത് രണ്ടും നമുക്ക് കണക്ട് ചെയ്ത് പറയാം. അപ്പൊ നോക്കേ, ഒരു പോളിനോമിയൽ ഉണ്ട് p(x) x² - 3x - 4. അവിടെ എക്സിന് ഞാൻ 2 ഇട്ട് കൊടുക്കുമ്പോൾ ഈ പോളിനോമിയൽ ത്രൂ ഔട്ട് എക്സിന് 2 ഇട്ട് കൊടുക്കുമ്പോൾ എനിക്ക് ആൻസർ -6 കിട്ടും. ഓക്കെ, സോ നമുക്ക് പറയാം വാല്യൂ ഓഫ് ദ പോളിനോമിയൽ p(x) at x = 2 ഈസ് -6. സോ ഇതിന്റെ വാല്യൂ ആണ് -6. അപ്പൊ വെറുതെ വാല്യൂ എന്ന് പറയാൻ പറ്റത്തില്ല. എങ്ങനെ പറയണം, വാല്യൂ ഓഫ് ദിസ് പോളിനോമിയൽ വെൻ x = 2. എന്നോട് പറയാം, വാല്യൂ ഓഫ് ദിസ് പോളിനോമിയൽ വെൻ x = 2 ഈസ് -6. സോ അതായത് ഈ ഒരു പോളിനോമിയലിനകത്ത് നമ്മൾ എക്സിന് 2 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് -6. സോ -6 ഈസ് കാൾഡ് ദ വാല്യൂ ഓഫ് ദി പോളിനോമിയൽ വെൻ x = 2. അത് മറന്നു പോയത്. ഇനി ഇതുപോലെ ഓരോ വാല്യൂസ് മാറ്റി മാറ്റി ഇട്ട് കൊടുക്കുക. അടുത്ത ഞാൻ എക്സിന് -1 ഇട്ട് കൊടുത്തു. എക്സിന് -1, സെയിം ഇക്വേഷൻ തന്നെ ഇവിടെ എഴുതിയേക്കുന്നത്. എക്സിന് -1 ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് എനിക്ക് അതിന്റെ ആൻസർ 0 വന്നു. ഓക്കെ, സോ അങ്ങനെ ഒരു വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ എക്സിന് 0 വന്നാൽ, ആൻസർ 0 വന്നാൽ ആ -1നെ നമുക്ക് സീറോ ഓഫ് ദി പോളിനോമിയൽ എന്ന് പറയും. ഈ രണ്ട് സീറോയും കൂടെ കൺഫ്യൂഷൻ ആയി പോകരുത്. നോക്കുക, ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് ഈ ഒരു ഇക്വേഷനകത്ത് എക്സിന് പകരം -1 ഇട്ട് കൊടുത്തപ്പോഴും ആൻസർ 0 വന്നു. ഈ ഒരു ഇക്വേഷനകത്ത് എക്സിന് പകരം 4 ഇട്ട് കൊടുത്തപ്പോഴും എന്ത് വന്നു, ആൻസർ 0 വന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഇട്ട് കൊടുത്ത -1നെയും 4നെയും നമുക്ക് എടുത്തെഴുതാം. -1 and 4 ആർ കാൾഡ് സീറോ അല്ലെങ്കിൽ സീറോസ്. രണ്ടെണ്ണം ഉണ്ടായിട്ട് സീറോസ് ഓഫ് ദി പോളിനോമിയൽ. നമ്മൾ ഈ 0 അല്ല 0. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, വാല്യൂ 0 ഓഫ് ദ പോളിനോമിയൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഒരു പോളിനോമിയൽ എടുക്കുക, അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ളൊരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ഈ പോളിനോമിയലിനകത്ത് എക്സിന് ഞാൻ 2 ആണ് ഇട്ട് കൊടുത്തത്. അങ്ങനെ 2 ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്, -6. സോ ഇതിനെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, വാല്യൂ ഓഫ് ദ പോളിനോമിയൽ p(x) at x = 2 ഈസ് -6. ഈ കിട്ടുന്ന ആൻസർ 0 ആണെങ്കിൽ നമുക്ക് 2നെ 0 ഓഫ് ദ പോളിനോമിയൽ ആണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നമ്മളിവിടെ -1ഉം 4ഉം ഈ പോളിനോമിയൽ ഇക്വേഷനകത്ത് ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് ആൻസർ 0 വന്നു. അതുകൊണ്ട് -1 and 4 ആർ കാൾഡ് ദ സീറോസ് ഓഫ് ദ പോളിനോമിയൽ. സോ ഇവിടെ നമുക്ക് പറയാൻ പറ്റത്തില്ല x = 2. അപ്പൊ നമുക്ക് പറയാം x = 2 ഈസ് നോട്ട് എ സീറോ ഓഫ് ദി പോളിനോമിയൽ എന്ന് പറയാം. അപ്പം വാല്യൂ കണ്ടുപിടിക്കുന്നത് വഴി മാത്രമേ നമുക്ക് സീറോസിനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അത്രേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പൊ ഒരു വാല്യൂ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക്, ഒരു എക്സിന് എന്തെങ്കിലും ഇഷ്ടമുള്ള ഒരു നമ്പർ ഇട്ട് കൊടുക്കുമ്പോൾ അതിന്റെ ആൻസർ, ആ പോളിനോമിയൽ ഇക്വേഷന്റെ ആൻസർ 0 വന്നാൽ ആ ഇട്ട് കൊടുത്ത നമ്പറിനെയാണ് സീറോ ഓഫ് ദി പോളിനോമിയൽ നമ്മൾ പറയുന്നത്. മനസ്സിലായിട്ടുണ്ടെങ്കിൽ എഴുതിയെടുക്കാം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഈ പഠിച്ച വാല്യൂ ഓഫ് ദ പോളിനോമിയലും സീറോ ഓഫ് ദി പോളിനോമിയലിനും ചെറിയൊരു ഡെഫിനിഷൻ പറയുകയാണ്. അതായത് നേരത്തെ നമ്മൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് പറഞ്ഞത്. അതായത് വാല്യൂ ഓഫ് ദി പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ, ഒരു പോളിനോമിയൽ ഇക്വേഷൻ ഉണ്ട് p(x) ഈസ് എ പോളിനോമിയൽ ഇൻ എക്സിലുള്ള ഒരു ഇക്വേഷൻ ആണ്. ആൻഡ് കെ ബി എനി റിയൽ നമ്പർ. ഒരു വാല്യൂ, നമുക്ക് ഇഷ്ടമുള്ള ഒരു വാല്യൂ കൊടുക്കാം, കെ, അത് റിയൽ നമ്പർ ആയിരിക്കണം. കൊടുക്കുമ്പോഴത്തേക്ക് കെ ബി എ റിയൽ നമ്പർ, ദെൻ ദ വാല്യൂ ഒബ്റ്റൈൻഡ് ബൈ റീപ്ലേസിംഗ് എക്സ് ബൈ കെ. ആ ഇക്വേഷൻ ത്രൂ ഔട്ട് ഉള്ള എക്സിനെ എടുത്ത് മാറ്റിയിട്ട് കെനെ ഇട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂവിന് പറയുന്ന പേരാണ് വാല്യൂ ഓഫ് ദ പോളിനോമിയൽ. സോ ദ വാല്യൂ ഒബ്റ്റൈൻഡ് ബൈ റീപ്ലേസിംഗ് എക്സ് ബൈ കെ ഇൻ p(x). അതായത് p(x)നകത്ത്
എക്സിനെ എടുത്ത് മാറ്റി ആ കെയിനെ ഇട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഒരു വാല്യൂ കിട്ടും. ഈസ് കാൾഡ് ദ വാല്യൂ ഓഫ് പി ഓഫ് എക്സ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു കെ. അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് വാല്യൂ ഓഫ് എക്സ് അറ്റ് വാല്യൂ ഓഫ് പി ഓഫ് എക്സ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു കെ ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ പി ഓഫ് കെ. ഓക്കെ, അപ്പൊ നമുക്ക് തന്നെ ഇങ്ങനെ പറയാം, ഒരു പോളിനോമിയൽ ഇക്വേഷൻ ഉണ്ട്, പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. അപ്പോൾ ഒരു കോൺസ്റ്റന്റ് കെ നമുക്കൊരു 5 ഇട്ട് കൊടുക്കാം. ഓക്കെ, അല്ലേ വേണ്ട, ഒരു കോൺസ്റ്റന്റ് കെ. അപ്പോൾ ഒരു കോൺസ്റ്റന്റ് കെ ആണ്, കെ ഒരു റിയൽ നമ്പർ ആണെന്ന് വെച്ചോ. ഇതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ പി ഓഫ് കെ ആയിരിക്കും. അപ്പൊ കെ ഇട്ട് കൊടുക്കുമ്പോൾ എന്താണ് ഇതിനകത്ത് കിട്ടുന്നത്? പ്ലസ് ബി. അപ്പൊ കെ ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിനനുസരിച്ച് ഒരു വാല്യൂ കിട്ടും. സോ ഈ പി ഓഫ് കെനെയാണ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് സീറോ ഓഫ് ദ പോളിനോമിയൽ. അതിതാണ് ഇപ്പൊ കെയിനെ നമുക്ക് സീറോ ഓഫ് ദി പോളിനോമിയൽ എന്ന് പറയണമെങ്കിൽ ആ കെ ആ പോളിനോമിയൽ ഇക്വേഷനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ ആൻസർ 0 ആയി പോകണം. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ എന്താണ്, എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ആണ്. അപ്പം കെ അതായത് പുട്ട് എക്സ് സിക്കൽ ടു കെ എന്ന് ഇട്ട് കൊടുക്കുമ്പോൾ ഈ കിട്ടുന്ന ആൻസർ 0 ആണെങ്കിൽ കെ ഈസ് കാൾഡ് ദ സീറോ ഓഫ് ദ പോളിനോമിയൽ. ക്ലിയർ ആയോ? ജസ്റ്റ് ഒന്ന് ഓർത്തിട്ട് നമുക്ക് എഴുതി വെക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി പറയാൻ പോകുന്ന ഒരു സെക്ഷനോടി ഇന്നത്തെ ഈ പാർട്ട് 1 ഇവിടെ ഫിനിഷ് ചെയ്യുവാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഒരു പോളിനോമിയൽ ഉണ്ട്, പി ഓഫ് എക്സ് എന്ന് പറഞ്ഞ പോളിനോമിയൽ ഉണ്ട്. അപ്പൊ ആ പോളിനോമിയൽ പി ഓഫ് എക്സ് ഇസിക്കൽ ടു 2x + 3. അപ്പൊ നമുക്ക് ഇവിടെ അതിന്റെ സീറോസ് കണ്ടുപിടിക്കണം. സീറോ മീൻസ് അതിന്റെ റൂട്ട് ആണ്, ദാറ്റ് മീൻസ് എക്സിന്റെ വാല്യൂ. അപ്പം മിക്ക ആൾക്കാർക്ക് ഇതൊക്കെ തിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോ പി ഓഫ് എക്സ് ഇസിക്കൽ ടു 2x + 3 ഈ അതിന്റെ സീറോ കണ്ടുപിടിക്കുക. അതാ ഇവിടെ ഞാൻ എഴുതിയേക്കാം, സീറോ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ റൂട്ട് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഇതിന്റെ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാം എന്താണ്, ഒന്ന് തന്നെയാണ്. അപ്പൊ സീറോ ഓഫ് ദി പോളിനോമിയൽ മീൻസ് എക്സിന്റെ വാല്യൂ എന്ന് അതിന്റെ അർത്ഥം. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. അതിന് ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ, പി ഓഫ് എക്സിനെ 0 എന്ന് പറഞ്ഞ് ഇക്വേറ്റ് കൊടുക്കണം. അതായത് തന്നിരിക്കുന്ന പോളിനോമിയലിനെ 0 എന്ന് പറഞ്ഞ് ഇക്വേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ എന്ത് കിട്ടും, 2x + 3 = 0, 2x = 3 അപ്പുറത്ത് പോകുമ്പോൾ -3, x = -3/2. അപ്പൊ ഇതാണ് ഇതിന്റെ x = -3/2 ആണ് അതിന്റെ റൂട്ട് എന്ന് പറയുന്നത്. ഇനി വേറൊരു രീതിയിലും വേണമെങ്കിൽ നമുക്ക് പറയാം, അതായത് നോക്കേ, പി ഓഫ് എക്സ് ഇസിക്കൽ ടു 2x + 3. അപ്പൊ എക്സിന് ഞാൻ 3/2 ഇട്ട് കൊടുത്താൽ, പി ഓഫ് -3/2 ഇട്ട് കൊടുത്താൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. 2 × -3/2 + 3, 2 × 2 ക്യാൻസൽ ആയി പോകും, -3 + 3 എന്തായി പോകും, 0. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, നേരത്തെ ഞാൻ പറഞ്ഞു, ഒരു പോളിനോമിയൽ ഇക്വേഷനകത്ത് എക്സിന് പകരം ഒരു വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ ആൻസർ 0 വന്നാൽ നമുക്ക് ആ ഇട്ടുകൊടുത്ത വാല്യൂ -3/2 എന്തെന്ന് പറയാം, ഈസ് കാൾഡ് 0. ഇതാണ് ഞാൻ കഴിഞ്ഞ നേരത്തെ സെക്ഷനിൽ പറഞ്ഞത്. ഒന്നുകൂടി പറയാം, പി ഓഫ് എക്സ് എന്ന് പറഞ്ഞ പോളിനോമിയലിൽ എക്സിന് പകരം ഒരു വാല്യൂ നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് -3/2, ആ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ ആൻസർ 0 വന്നാൽ ആ ഇട്ട് കൊടുത്ത വാല്യൂ ഇതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, 0 -3/2. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് എന്തൊക്കെ വാല്യൂസ് ഇട്ട് കൊടുക്കാം? സാധാരണഗതിയിൽ ഒരാള് ഇവിടെ എക്സിന് ചിലപ്പോൾ 0 ഇട്ട് കൊടുക്കും, 1 ഇട്ട് കൊടുക്കും, 2 ഇട്ട് കൊടുക്കും, 3 ഇട്ട് കൊടുക്കും, ചിലപ്പോൾ ബാക്കിലോട്ട് നമ്മൾ -1 -2 അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കും. പക്ഷെ ഒരിക്കലും നമ്മൾ ഫ്രാക്ഷൻസിനെ പറ്റി ഒന്നും ചിന്തിക്കത്തില്ല. ചില കേസുകളിൽ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്, അങ്ങനെ ക്യൂബിക് പോളിനോമിയലിനകത്തൊക്കെ അങ്ങനെ കണ്ടുപിടിച്ച് വരുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കാം, അതിന്റെ ആവശ്യമില്ല, അങ്ങനെ ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ നമുക്ക് ആൻസർ അറിയാവുന്നതുകൊണ്ടാണ് -3/2 ഞാൻ അങ്ങ് ഇട്ട് കൊടുത്തത്. അല്ലെങ്കിൽ പിന്നെ ചെക്ക് ചെയ്യേണ്ടി വരും റാൻഡം ആയിട്ട്. ആദ്യം 1 ഇട്ട് കൊടുക്കണം, 2 ഇട്ട് കൊടുക്കണം, 0 വരുന്നവരെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, പക്ഷെ അത് ടൈം കൺസ്യൂമിങ്. പക്ഷെ ഒരു വാല്യൂ തന്നിട്ട് 0 ആണെന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ചെക്ക് ചെയ്യാം. കാര്യം അതിനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ ആൻസർ 0 വരുന്നത് നോക്കിയാൽ മതി. ഇനി അല്ലാതെ ഈ 0 കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം എന്ന് പറഞ്ഞാൽ ആ തരുന്ന പോളിനോമിയലിനെ =0 എന്ന് ഇക്വേറ്റ് ചെയ്ത് കൊടുത്തിട്ട് എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ ആ വാല്യൂ ആണ് അതിന്റെ 0. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയെടുക്കുക. ഒരു പോളിനോമിയൽ ഇക്വേഷൻ തന്നാൽ അതിനകത്ത് ഇങ്ങനെ വാല്യൂസ്, എക്സിന് വാല്യൂസ് ഇങ്ങനെ മാറ്റി 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 ഇട്ട് കൊടുക്കാൻ നമുക്ക് പറ്റത്തില്ല. ഒത്തിരി വാല്യൂസ് ഇട്ട് കൊടുക്കേണ്ടി വരും ചിലപ്പോൾ. അങ്ങനെ ഒരു വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് 0 വന്നാൽ ആ കൊടുത്തിരിക്കുന്ന വാല്യൂനെ 0 ഓഫ് ദ പോളിനോമിയൽ എന്ന് പറയും.
അപ്പോൾ അത് എല്ലാ കേസിലും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഇനി വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം. എങ്ങനെയാണ്? ഇപ്പോൾ -3/2 ഇതിന്റെ 0 അല്ലെങ്കിൽ 2 ഇതിന്റെ 0 ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x + 3 അല്ലേ, 2 ഇതിന്റെ 0 ആണോ എന്ന് ചെക്ക് ചെയ്യാം. 0 ആണോ എന്ന്, 0 2 ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പം പി ഓഫ് 2 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 2 × 2 + 3, 2 × 2 4, 4 + 3 = 7. ആൻസർ 0 വന്നില്ല. Therefore 2 is not a 0 of this p of x എന്ന് പറയാം. ക്ലിയർ ആയോ? അപ്പൊ അങ്ങനെ ഇട്ട് ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല. എസ്പെഷ്യലി 3/2 -3/2 ഒന്നും നമ്മുടെ മൈൻഡിൽ പോലും ഉണ്ടാകത്തില്ല. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗമാണ് ഇങ്ങനെ കണ്ടുപിടിക്കുന്നത്. ചെക്ക് ചെയ്യുന്നത് ഇട്ട് കൊടുത്താൽ മതി. എക്സിന് വാല്യൂസ് ഇട്ട് കൊടുത്താൽ ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അത്. ഇനി അടുത്തത് ഈ കോഎഫിഷ്യൻസുമായിട്ട് ഈ 0ക്ക് ഒരു റിലേഷൻ ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കാം. ഇത് ഞാൻ മായ്ക്കാണ്, പക്ഷെ ഉള്ളൊരു വീഡിയോ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ട് അങ്ങ് എഴുതിയെടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ax + b. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് എ, ബി എന്താണ്? കോൺസ്റ്റന്റ്. ഇത് ലീനിയർ ഇക്വേഷന്റെ ജനറൽ ഫോം ആണ്. ലീനിയർ ഇക്വേഷന്റെ ജനറൽ ഫോം. അപ്പോൾ ഈ ലീനിയർ ഇക്വേഷന്റെ കേസിൽ നമുക്ക് പിന്നെ ഇനി ഒരു എളുപ്പമാർഗമുണ്ട്. എന്ത് കണ്ടുപിടിക്കാൻ? റൂട്ട് അല്ലെങ്കിൽ 0 കണ്ടുപിടിക്കാൻ ഒരു എളുപ്പമാർഗമുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ എക്സിന്റെ കൂടെ നിൽക്കുന്നതിനെ എ, അതിനെ എ എടുത്ത് എഴുതണം. കോൺസ്റ്റന്റ് ടേം ബി. അപ്പൊ അത് ഓർത്ത് വെച്ചോണം. ലീനിയർ ഇക്വേഷന്റെ ജനറൽ ഫോം എന്താണ്? അപ്പം പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ax + b എന്നുള്ളതാണ് ലീനിയർ ഇക്വേഷന്റെ ജനറൽ ഫോം. എ എന്ന് പറഞ്ഞാൽ എക്സിന്റെ കോഎഫിഷ്യന്റ്, ബി എന്താ? കോൺസ്റ്റന്റ്. അപ്പോൾ അങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ എയും ബിയും കണ്ടുപിടിച്ചിട്ട് റൂട്ട് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. അത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. x = -b/a. x = -b/a. ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നോക്കുക, -b, ദാറ്റ് മീൻസ് മൈനസ് ഓഫ് ബിക്ക് ഒരു എന്തിട്ട് കൊടുക്കണം? 3 ഇട്ട് കൊടുക്കണം. ബൈ എക്ക് ഒരു എന്തിട്ട് കൊടുക്കണം? 2. -3/2 കിട്ടിയല്ലോ. അപ്പൊ ഇത്രയൊന്നും കടന്ന് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ മനസ്സിലാവുന്നുണ്ടോ? വേറെ ഏതെങ്കിലും ഒരു ലീനിയർ ഇക്വേഷൻ എടുക്കാം നമ്മൾ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4x + 7 എന്ന് വെച്ചോ. അപ്പൊ ഇവിടെ എ എന്താണ്? ഇതാണ് എ, ഇതെന്ത്? ബി. ഓക്കെ, അപ്പൊ ഇവിടുത്തെ റൂട്ട് എക്സ് കണ്ടുപിടിക്കാൻ പ്രത്യേകിച്ചൊന്നും വേണ്ട. -b/a എടുത്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു -7/4. ഇതാണ് ഇതിന്റെ റൂട്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോകരുത്. ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞത് ഒരു പോളിനോമിയൽ ഇക്വേഷൻ തന്നാൽ എന്ത് ഇതാണ് ഈ മെത്തേഡ്. സോറി, ഇതാണ് പോളിനോമിയൽ ഇക്വേഷൻ തന്നാൽ നമുക്ക് അതിനകത്ത് വാല്യൂസ് ഇട്ട് കൊടുക്കാം. വാല്യൂസ് ഇട്ട് കൊടുത്ത് വരുത്തുമ്പോഴത്തേക്ക്, സോ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞ ഇതാണ്, ഒരു പോളിനോമിയൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഓരോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം എക്സിന് പകരം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ആൻസർ 0 വന്നാൽ അതിനെ 0 എന്ന് പറയാം. പക്ഷെ അത് അത്രയും കൊണ്ട് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. നമുക്ക് ചെക്ക് ചെയ്യാൻ മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. പക്ഷെ 0 ശരിക്കും കണ്ടുപിടിക്കാൻ എളുപ്പമാർഗ്ഗം ഏതാണ്? ഇതാണ്. അതായത് തന്നിരിക്കുന്ന ആ പോളിനോമിയലിനെ 0 എന്ന് പറഞ്ഞ് ഇക്വേറ്റ് ചെയ്യുക. പി ഓഫ് എക്സ് 0 ആക്കുക. സോ 2x + 3 0 ആവും. അപ്പൊ എക്സിന് ഒരു വാല്യൂ കണ്ടുപിടിക്കുക. അതാണ് എന്തെന്ന് പറയുന്നത്? 0 ഓഫ് ദി പോളിനോമിയൽ. ഇനി അതല്ലാതെ വേറൊരു രീതിയിലും കണ്ടുപിടിക്കാം. അതായത് ആ രീതി ഇതാണ്. നമ്മൾ ലീനിയർ പോളിനോമിയലിന്റെ കേസാണ് പറയുന്നത്. ലീനിയർ പോളിനോമിയലിന്റെ ജനറൽ ഫോം എന്തുവാ? ax + b. ആദ്യം എക്സിന്റെ ടൈം, പിന്നെ കോൺസ്റ്റന്റ് ടൈം. അപ്പൊ എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് എ, കോൺസ്റ്റന്റ് ടൈം ബി ആയിട്ട് എടുക്കണം. അപ്പൊ നമ്മുടെ ഇക്വേഷൻ പി ഓഫ് എക്സ് = 2x + 3. അവിടെ എ എന്താണ്? 2, ബി എന്താണ്? 3 എടുത്തെഴുതണം. എന്നിട്ട് ഒരു ഇക്വേഷൻ ബൈ ഹാർട്ട് വെച്ചിരുന്നാൽ മതി. റൂട്ട് = -b/a. അതായത് മൈനസ് ഇടുക, ബിയുടെ വാല്യൂ ഇടുക, എഴുതുക. സോ -3/2. അതല്ലേ ഇവിടെ രണ്ടിടത്ത് കിട്ടിയേക്കുന്നത് നമുക്ക്. ക്ലിയർ അല്ലേ? പക്ഷെ ഓർക്കണം, എല്ലാ കേസിലും അത് ചെയ്യാൻ പറ്റത്തില്ല. ലീനിയറിന്റെ കേസിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. എന്താണ് അടുത്തൊരു ക്വസ്റ്റ്യൻ? പി ഓഫ് എക്സ് = 4x + 7. അതിന്റെ എക്സിന്റെ വാല്യൂ റൂട്ട് ആണ്. റൂട്ട് = x = -b/a -7/4 കിട്ടി. ഇനി അതല്ലാതെ ചെയ്താലേ അങ്ങനെ കിട്ടത്തുള്ളൂ. എങ്ങനെയാണത് അല്ലാതെ ചെയ്യുന്നത്? നോക്കിക്കേ, 4x + 7. പി ഓഫ് എക്സ് = 4x + 7. അപ്പൊ നമുക്ക് 4x + 7 = 0. ഇവിടെ പറയുന്ന അനുസരിച്ച് 0 ഇട്ട് കൊടുക്കണം. 4x = -7 വരും. x = -7/4 കിട്ടിയല്ലോ. x = -7/4. അപ്പൊ അത് തന്നെയല്ലേ? അപ്പോ
ഒന്നുകിൽ പോളിനോമിയൽ ഇക്വേഷനെ ഈക്വൽ ടു 0 എന്ന് ഇട്ട് കൊടുത്താലും ചെയ്യാൻ പറ്റും. അതല്ലെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ കാണാൻ പഠിച്ച് വെച്ചിരുന്നാലും ചെയ്യാം. ഇക്വേഷൻ കാണാൻ പഠിച്ച് വെക്കണ്ട. പക്ഷെ ഞാൻ ഇതൊക്കെ പറഞ്ഞു വന്നത് വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു പോളിനോമിയൽ ഇക്വേഷന്റെ റൂട്ടിനും അതിന്റെ കോഎഫിഷ്യൻസിനും ഒരു റിലേഷൻ ഉണ്ട് അല്ലെ? ഇതാണ് വളരെ ശ്രദ്ധിക്കേണ്ടത്. പോളിനോമിയൽ ഇക്വേഷൻ ഏതാ? 2x + 3. അതിന്റെ റൂട്ടാണ് എക്സ്. ആ റൂട്ടിനും ഏതിനും കോഎഫിഷ്യൻസിനും ഒരു റിലേഷൻ ഉണ്ട്. അതായത് ലീനിയർ ഇക്വേഷന്റെ റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ കോഎഫിഷ്യൻസ് ആയിട്ടുള്ള എയും ബിയിലും തമ്മിൽ ഒരു റിലേഷനും പറയാം. അതായത് x - b/a എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഏതൊരു ലീനിയർ ഇക്വേഷൻ എടുത്താലും അതിന്റെ റൂട്ട് കണ്ടുപിടിക്കാൻ x - b/a എന്ന് എടുത്താൽ മതി. അപ്പൊ അതിൽ നിന്ന് നമ്മൾ പറഞ്ഞു വരുന്ന ഇതാണ്, ഒരു ലീനിയർ ഇക്വേഷന് അതിന്റെ റൂട്ടിനും കോഎഫിഷ്യൻസിനും ഒരു റിലേഷൻ ഉണ്ട്. ഓക്കെ, അതുപോലെ നമുക്കിനി ചെക്ക് ചെയ്യണം. ലീനിയർ കഴിഞ്ഞ ഏതാ? ക്വാഡ്രാറ്റിക്. അത് കഴിഞ്ഞ ഏതാ? ക്യൂബിക്. അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ അത് ചെക്ക് ചെയ്യാൻ പോവാണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട്സിനും അതിന്റെ കോഎഫിഷ്യൻസിനും ഇതുപോലെ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന്. അപ്പൊ ഞാൻ ഏതെങ്കിലും ഒരെണ്ണം ഒന്ന് മായ്ക്കുവാണ്. അപ്പൊ നോക്കിക്കേ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഏതാണ്? ഫോർ എക്സാമ്പിൾ അതണ്ടേ p of x is equal to ax square plus bx plus c. സോ ഇതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇതിന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെന്ന് കൊടുക്കാം? എക്സ് എന്ന് കൊടുക്കാം. ഓക്കെ, അതിന് എക്സ് രണ്ട് റൂട്ട്സ് ഉണ്ട് കേട്ടോ. അപ്പം എയും ബിയും സിയും ആണ് അവിടുത്തെ കോഎഫിഷ്യൻസ്. അപ്പൊ ആ കോഎഫിഷ്യൻസുമായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ നമുക്ക് ക്യൂബിക് ഇക്വേഷൻ എഴുതാം. എന്താ നോക്കേ, p of x is equal to x cube ax cube plus bx square plus cx plus b. അപ്പൊ ഇവിടെയും എക്സിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അത് രണ്ടിടത്തും നമുക്ക് എന്ത് വേണം? എക്സിന്റെ വാല്യൂ വേണം. ഈ രണ്ട് കേസിലും ഇങ്ങനെ ചെയ്യാതെ നമ്മളൊരു വാല്യൂ ഇട്ട് കൊടുക്കാതെ ഡയറക്റ്റ് ഇതുപോലെ എന്തെങ്കിലും ഒരു ഫോർമുല വഴി അല്ലെങ്കിൽ റിലേഷൻ വഴി കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. അപ്പം ലീനിയർ ഇക്വേഷന്റെ കോഎഫിഷ്യൻസ് രണ്ടെണ്ണേ ഉള്ളൂ, എ ആൻഡ് ബി. ക്വാഡ്രാറ്റിക് ഇക്വേഷന് എ ബി സി വരും, ക്യൂബിക് ഇക്വേഷന് എ ബി സി ഡി വരും. അപ്പൊ നമ്മൾ ഇനി ഈ ചാപ്റ്റർ ചെക്ക് ചെയ്യാൻ പോകുന്നത് ക്വാഡ്രാറ്റിക്കിന്റെയും ക്യൂബിക് ഇക്വേഷൻസിന്റെയും റൂട്ട്സിന്, അതായത് ഇതിന്റെ രണ്ടിന്റെ എക്സ് വാല്യൂക്ക് അല്ലെങ്കിൽ ഇതിന്റെ രണ്ടിന്റെ സീറോസിന്. അപ്പം ഇത് ആലോചിക്കുക, ഈ എക്സിനെ തന്നെയാണ് പറയുന്നത് റൂട്ട്, ഇതിനെ തന്നെയാണ് പറയുന്നത് സീറോസ് എന്ന് പറയുന്നത്, റൂട്ട്സ് അല്ലെങ്കിൽ സീറോസ്. അപ്പം ഈ രണ്ട് ഇക്വേഷൻസിന്റെയും എക്സ് വാല്യൂവിന് അല്ലെങ്കിൽ റൂട്ട്സിന് അല്ലെങ്കിൽ സീറോസിന് ഇതിന്റെ കോഎഫിഷ്യൻസ് ആയിട്ടുള്ള എ ബി സി അല്ലെങ്കിൽ എ ബി സി ഡിയുമായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പൊ അതൊക്കെ വരുന്ന ക്ലാസ്സിൽ നമ്മൾ ചെക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾ തൽക്കാലം ഓർത്തിരിക്കേണ്ടത്, ഈ ഒരു സെക്ഷനിൽ ഓർത്തിരിക്കേണ്ടത് എങ്ങനെയാണ് സീറോസ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ അതിനു മുമ്പേ സീറോ എന്താന്ന് നമ്മൾ പറഞ്ഞു, വാല്യൂ ഓഫ് ദ പോളിനോമിയൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ സീറോസ് കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം, ഫസ്റ്റ് മാർഗം എന്ന് പറഞ്ഞാൽ അതിനെ ഈക്വൽ ടു 0 എന്ന് ഇട്ട് കൊടുക്കുക. അപ്പൊ ഇനി നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോഴേക്കും അങ്ങനെ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ എക്സിന് കിട്ടുന്ന വാല്യൂ ആണ് 0. ലീനിയറിന്റെ കേസിൽ അതിന്റെ ഫോർമുല ഉണ്ട് -b/a. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് അവിടെ എന്താണ് എക്സ് എന്ന് വെച്ചാൽ റൂട്ടാണ്, -bയും എയും കോഎഫിഷ്യൻസ് ആണ്. അപ്പൊ റൂട്ട് കിട്ടാൻ ആ കോഎഫിഷ്യൻസിന്റെ ഹെൽപ്പോടുകൂടി റൂട്ട് കിട്ടുമെന്ന് മനസ്സിലായി. അപ്പൊ അവിടെ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, there is a relation between the roots and അല്ലെങ്കിൽ the root and coefficients of a polynomial, linear polynomial. സോ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് നല്ല രീതിയിൽ 1-2 പ്രാവശ്യം കാണുക, അതിനുശേഷം നോട്ട്സ് ഒക്കെ എഴുതിയെടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ യൂട്യൂബിന്റെ കമന്റ് ബോക്സിൽ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ കമന്റ് ചെയ്തേക്കുക, അല്ലെങ്കിൽ ഡയറക്റ്റ് എനിക്ക് മെസ്സേജ് അയക്കുകയോ ഒക്കെ ചെയ്യുക. ഓക്കെ, താങ്ക് യു.